അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എല്ലാവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദ് ഹാഷിർ എന്ന പേരുള്ള 22 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ മലപ്പുറം ജില്ലയിലെ തലപ്പാറ വലിയ പറമ്പിന് സമീപം താമസിക്കുന്ന ചാന്ത് മുഹമ്മദ് കോയ ഹാജിയുടെ മകനാണ് ഈ 22 വയസ്സുകാരനായ യുവാവ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച മുഹറം നോമ്പ് അനുഷ്ഠിച്ച് വൈകുന്നേരത്ത് നോമ്പ് തുറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും തൻ്റെ സ്കൂട്ടറും എടുത്ത് പുറത്തിറങ്ങിയതാണ് ഈ 22 വയസ്സുകാരൻ. ഉമ്മയോടും വീട്ടിലുള്ളവരോടൊക്കെ നോമ്പ് തുറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിച്ച് താനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തു പോയ പൊന്നുമോൻ നോമ്പ് തുറയുടെ സമയമായി, മഗ്‌രിബ് ബാങ്കിൻ്റെ സമയമായി. ഹാഷിറിനെ വീട്ടിലേക്ക് കാണുന്നില്ല. ഹാഷിർ വീട്ടിലെത്തിയില്ല. വീട്ടുകാർ ബേജാറിലായി. നോമ്പ് തുറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ പോയ മോനാണല്ലോ. എന്തായാലും നോമ്പ് തുറയുടെ മുമ്പ് അവൻ വീട്ടിൽ തിരിച്ചെത്തേണ്ടതാണല്ലോ. കാണാതായപ്പോൾ വീട്ടുകാർ ബേജാറിലായി, അവർ പേടിയിലായി. അവർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. അന്വേഷിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു വാർത്ത ആ കുടുംബം കേൾക്കുന്നത്. ഹാഷിർ നോമ്പ് തുറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് NH66 തലപ്പാറ സർവീസ് റൂട്ടിൽ വെച്ച് അവൻ്റെ സ്കൂട്ടറിലേക്ക് കുളപ്പുറം ഭാഗത്ത് നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു ഡോക്ടറുടെ കാറ് ഇടിക്കുകയും ആ ഇടിയുടെ ശക്തിയിൽ ഹാഷിർ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വാർത്ത. ആ തോട് ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നല്ലോ. മഴയിൽ തോട് നിറഞ്ഞ് ശക്തമായി ഒഴുക്കുള്ളൊരു സമയമാണ്. ആ പൊന്നുമോൻ ആ ഒരു ഒഴുക്കിൽപ്പെട്ടു. ഇതുവരെയും ആ മോനെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അപ്പോഴാണ് ആ വീട്ടുകാരറിയുന്നത്. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ഒക്കെ നൽകട്ടെ. എത്രത്തോളം വേദനയുണ്ടാവും, എത്രത്തോളം വിഷമം ഉണ്ടാവും. ഒരു മുഹറം മാസത്തിൽ മുഹറം 9 നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് ആ പൊന്നുമോൻ നോമ്പ് തുറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പോയി. സാധനങ്ങൾ വാങ്ങി മടങ്ങി വരുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. വൈകുന്നേരം 6:30 ആ അപകടം സംഭവിച്ചത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഉടനെ തന്നെ നാട്ടുകാരും മറ്റുമൊക്കെ തെരച്ചിൽ ആരംഭിച്ചു. ഫയർഫോഴ്സും മറ്റുമൊക്കെ എത്തി, പോലീസും ഒക്കെ എത്തി തെരച്ചിൽ ആരംഭിച്ചു. കടലുണ്ടിയിൽ നിന്നും അതുപോലെ ചാലിയത്തിൽ നിന്നും മറ്റുമൊക്കെയായി മത്സ്യത്തൊഴിലാളികളും മറ്റുമൊക്കെ വന്ന് ഈ കുത്തനെ നല്ല ശക്തമായ ഒഴുക്കാണ്. ആ ഒരു ഒഴുക്കിനെ ഒന്നും വകവയ്ക്കാതെ എല്ലായിടത്തും അവർ അരിച്ചു പെറുക്കി ആ പൊന്നുമോനെ ഒന്ന് ജീവനോടെ കണ്ടെടുക്കുന്നതിന് വേണ്ടി, ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അവരൊക്കെ വളരെ ശ്രമകരമായി തന്നെ അവരവിടെ തെരച്ചിൽ നടത്തി. പക്ഷേ ഞായറാഴ്ച ആ പൊന്നുമോനെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. ഞായറാഴ്ച ഒരു വൈകുന്നേരം 12-1 മണി വരെയൊക്കെ തെരച്ചിൽ നടത്തിയെന്നാണ് മാധ്യമങ്ങളിലൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് തിങ്കളാഴ്ച ഇന്നലെയും തെരച്ചിൽ നടത്തി. ഇന്നലെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ ഇന്ന് പുലർച്ചെ നടത്തിയ തെരച്ചിലിലാണ് പ്രദേശവാസികൾക്ക് ആ മോനെ ഏകദേശം ഈ ഒരു സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു 500 മീറ്റർ അകലെ നിന്നായി ആ മോൻ്റെ ശരീരം കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. ആ പൊന്നുമോനെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ആ മോൻ്റെ ജനാസ മാറ്റിയിരിക്കുകയാണ്. ഇനി പോസ്റ്റ്മോർട്ടത്തിനും മറ്റുമൊക്കെ ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകുകയും ഇന്ന് വൈകുന്നേരം വലിയ പറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ അവൻ്റെ ജനാസ ഖബറടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ ഈ ഒരു ഹാഷിറിനെ കാണാനില്ല, തെരച്ചിൽ നടത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഇന്നലെ രാവിലെ തന്നെ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ 6:30 ആ പൊന്നുമോൻ്റെ ജനാസ കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അള്ളാഹു ആ പൊന്നുമോന് മഗ്ഫിറത്തും റഹ്മത്തൊക്കെ നൽകട്ടെ. അവൻ അള്ളാഹു സ്വർഗം നൽകട്ടെ, ദോഷങ്ങളൊക്കെ പുറത്ത് നൽകട്ടെ. അവൻ്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമയും സമാധാനവും നൽകട്ടെ. ഒരു അപകട മരണമാണ്, അവൻ്റെ കാരണം കൊണ്ട് സംഭവിച്ച മരണമല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എതിരെ വന്ന കാറിൻ്റെ ശക്തമായ ഇടിയിൽ ആ പൊന്നുമോൻ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അങ്ങനെ നോമ്പുകാരനായ ആ പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു സ്വർഗം നൽകട്ടെ. ഇന്ന് ആ പൊന്നുമോൻ്റെ ജനാസ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ ആ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന വേദനയൊക്കെ എത്രത്തോളം ആയിരിക്കും. വൈകുന്നേരം ഉമ്മാക്കും വീട്ടുകാർക്കും വേണ്ടി നോമ്പ് തുറ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടെ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി അതിനുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് അവൻ പുറത്തു പോയത്. തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അവൻ്റെ ജീവനില്ലാത്ത ശരീരമാണ്. അള്ളാഹു ആ മാതാപിതാക്കൾക്കൊക്കെ ക്ഷമയും സമാധാനവും നൽകട്ടെ. ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും ആ പൊന്നുമോന് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു അവരെയും നമ്മയും ഒക്കെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.